നൈലോൺ ഓർഗൻസയിൽ ഡിസൈനർ സാരി. അപ്പം നമുക്കിന്ന് നല്ല ഫ്ലോയി ആയിട്ട് വന്നിരിക്കുന്ന പ്ലേസ്മെന്റ് എംബ്രോയിഡറി കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ഡിസൈനർ സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു സിൽവർ ടോണിൽ ഒരു 3 ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആൻഡ് എല്ലാ ടോൺസിൻ്റെ അകത്തും ഈ ഒരു പിങ്ക് കോൺട്രാസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 5999 ഓൺലി. കുറച്ച് നല്ല വലിയ മാറ്റ് സീക്വൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫ്ലോറൽ ലുക്കിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ജേർക്കൻ സ്റ്റോൺസും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കിംഗ് വർക്കാണ് ഇതിനകത്ത് ആ ജേർക്കൻ സ്റ്റോൺസ് ഒക്കെ വന്നിരിക്കുന്നത്. ബാക്കി എംബ്രോയിഡറി ഡീറ്റെയിൽ പേൾസ് ആൻഡ് സിൽവർ കട്ട് ട്യൂബ്സ് ഒക്കെ വളരെ ഫൈൻ ആയിട്ടുള്ള സ്മോൾ സൈസിലുമാണ് വന്നിരിക്കുന്നത്. കോർഡഡ് പൈപ്പിംഗ് ഫിനിഷിംഗ് വന്നിട്ടുള്ള എഡ്ജസ് ആൻഡ് അതിനകത്തും കട്ട് ട്യൂബ്സിൻ്റെ ഒരു 4 ലൈൻസ് ആണ് അതിനകത്ത് ബോർഡർ ആയിട്ട് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി ഡീറ്റെയിൽ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ തൊട്ട് ഇവിടെ വരേക്കും വരുന്നുണ്ട്. ആൻഡ് ബ്ലൗസും ഫുള്ളായിട്ട് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ് മാത്രമല്ല, ഫുൾ ബ്ലൗസിൻ്റെ അകത്ത് നമുക്ക് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. നമുക്കത് നെക്സ്റ്റ് സാരിക്കകത്ത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഫുള്ളായിട്ട് കാണാം. സാരിയിലും ഇതേപോലെ തന്നെ ഈ ഒരു ഓഫ് വൈറ്റ് ടോണിൽ മാറ്റ് ഫിനിഷുള്ള സീക്വൻസിൻ്റെ വിത്ത് പേൾസിൻ്റെ ഒരു ഫ്ലോറൽസ് സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോഡി ഫുള്ള് വരുന്നുണ്ട് അത്. ആൻഡ് ലോ പോർഷനിൽ മുട്ടിന് താഴെയുള്ള ഏരിയയിലുമാണ് വന്നിരിക്കുന്നത്. നമുക്കിനി അതിൻ്റെ ഇപ്പോൾ ഇതൊരു ബ്ലൂ ഓപ്ഷനാണ്. ചെറുതായിട്ട് ലൈറ്റ് ഷിമ്മർ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഒരു നൈലോൺ ഓർഗൻസയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്. ബ്ലൗസും ഇതേ മെറ്റീരിയലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് ഷെയ്ഡ് ഓഫ് വൈറ്റ്. ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കിംഗ് വർക്ക് ഉള്ളത് കാരണമാണ് അതിനകത്ത് ആ ഒരു ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ചെറുതായിട്ടുള്ള ഒരു ഒരു സ്റ്റിക്കിനെസ് തോന്നുന്നത്. ഈ സീക്വൻസ് ഒന്ന് ചിലപ്പോഴൊക്കെ ചിലതിനകത്തൊക്കെ ഒന്ന് തിരിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതങ്ങ് ചെയ്താൽ മതി. നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഈ ഫസ്റ്റ് ഫോൾഡിൽ വരുമ്പോഴേ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുള്ളൂ കേട്ടോ. സോ ദിസ് ഇസ് എ റിയലി പ്രിറ്റി സാരി ആൻഡ് 5999 റേഞ്ചിന് നല്ലൊരു ബയ്യോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് ISP 118 ആണ്. ആൻഡ് ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം. സോ this has got a front panel, this is the back panel, and then sleeves. ഡീപ്പ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലീവ്. അപ്പോൾ സ്ലീവ് നമുക്ക് ആക്ച്വലി ഒരു എൽബോ ലെങ്ത് വരെയൊക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ഫ്രണ്ട് പാനൽ. യെസ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ നെക്ക്, ഇപ്പോൾ ഡീപ്പ് വേണമെന്നുള്ളവർക്ക് ഡീപ്പാക്കാം, ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കതിനകത്ത് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ലോവറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റായിട്ടേ വരുള്ളൂ. ഇഫ് അറ്റ് ഓൾ യു വാണ്ട് ഡീപ്പർ നെക്സ്. ദിസ് ഇസ് ആക്ച്വലി പ്രിറ്റി നൈസ്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് പാനൽസ് ഏതാണെന്ന് നോക്കി നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഫുൾ ബ്ലൗസ് നമുക്കൊരു ലെഹങ്ക പോലെയുള്ള പർപ്പസസിനൊക്കെ യൂസ് ചെയ്യാനും നല്ലതാണ്. അതും ഒരു ബട്ടർ ക്രേപ്പ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ സാറ്റൂൺ, അങ്ങനെ ഒരു സാറ്റിൻ പറയുമ്പോഴത്തേക്ക് കുറച്ച് ഗ്ലോസ് കൂടുതലായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൈഡൽ സാറ്റിൻ ഒരു 200 അബവ് റേഞ്ചിൽ വരുന്ന സാറ്റിൻ യൂസ് ചെയ്തിട്ട് ലൈനിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഫിനിഷിങ് നമുക്കവിടെ കിട്ടുകയും ചെയ്യും. പാഡഡ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പാഡ് വെക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻസസ് കട്ടിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നല്ലതായിരിക്കും. സോ ദാറ്റ് വാസ് ഓഫ് വൈറ്റ്, ക്രീമി ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ടോൺ. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. Then we have the next look. ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. Okay, this one have blue contrast. ഒരു കോൺട്രാസ്റ്റ് വരണമല്ലോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലൂ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ബാക്കി ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിങ്ക്, ഒരു ഒനിയൻ പിങ്കിൻ്റെ കൂടെ അത് സിൽവർ, വൈറ്റ് ആൻഡ് ഒരു ടോൺ എക്സ്ട്രാ ആയിട്ട് ബ്ലൂവും കൂടി കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കാണ്. ഇറ്റ്സ് വെരി പ്രിറ്റി. ആൻഡ് ബ്ലൗസ് വന്നിട്ട് ഈ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഓൾ യു വാണ്ട് ദിസ് കസ്റ്റമൈസ്ഡ് ഇൻ എനി അതർ ഷെയ്ഡ് ആൻഡ് ഓൾ, ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. അപ്പോൾ നമുക്കിത് ടൈം ഫ്രെയിം വേണ്ടി വരും. അപ്പോഴത്തേക്ക് പക്ഷേ വി കൻ ഗെറ്റ് ഇറ്റ് ഡൺ ഫോർ യു. സിംഗിളായിട്ട് ചെയ്തിരിക്കുന്ന പീസസ് ആയതുകൊണ്ട് നമുക്ക് ടൈം ഫ്രെയിം എന്തായാലും കുറച്ച് വേണ്ടി വരും. ആൻഡ് ബ്ലൗസിൻ്റെ അകത്ത് കുറച്ചും കൂടി എന്തെങ്കിലും ഹെവിയർ ആയിട്ട് ആഡ് ചെയ്യണം, പേൾസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെക്ക് ലൈനിൽ പേൾ വർക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടി ഒരു ഹെവിയർ ഫീൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. So ISP 118 priced at 5999. This is actually a good buy. 2 ലെയറിൽ വന്നിട്ട് നമുക്ക് ഡ്രസ്സായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പ്യുർ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക്. ഐ വാസ് വെയിറ്റിംഗ് ഫോർ സംതിങ് ലൈക്ക് ദിസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് പാൻസും ആൻഡ് അതിനകത്ത് ആ ഒരു ഡബിൾ ലെയറൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻസി ഇഷ്യൂ ഒന്നും വരാണ്ടും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പ്യുർ കോട്ടണിൽ വരുന്ന. പ്യുർ കോട്ടൺ ഇസ് എ മസ്റ്റ് ഇൻ ദിസ് സീസൺ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കത്
വെയർ ചെയ്യാനുള്ള കംഫർട്ടിന് കോട്ടൺസ് കഴിഞ്ഞിട്ട് പിന്നെ ലിനൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നത് എപ്പോഴും കോട്ടൺസ് തന്നെയാണ് അല്ലേ. അപ്പോൾ 1299 റേഞ്ചിൽ വന്നിട്ടുള്ള 2 ഷെയ്ഡ്സിൽ വരുന്ന ലുക്കാണ് കേട്ടോ. അപ്പോൾ വി ഹാവ് ദിസ് ബ്ലൂ ടോൺ. അപ്പോൾ 2 പ്രിൻസിൻ്റെ കോമ്പിനേഷനാണ്, കാന്ത വീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക്കിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഗോട്ട് എ ജാക്കറ്റ് ലുക്ക്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് സൈഡ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഓപ്പൺ കട്ടിലാണ് വരുന്നത്. അപ്പോൾ ആ ഇന്നർ ഫാബ്രിക് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇഫ് അറ്റ് ഓൾ യു ലൈക്ക് ടു പെയർ വിത്ത് എ വൈറ്റ് ബോട്ടം, യു ക്യാൻ പെയർ വിത്ത് എ വൈറ്റ് ബോട്ടം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഇപ്പം നല്ല ടോൾ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ ഫോർ പെലാസോ കൈൻഡ് ഓഫ് ഷിഫ്ലി അങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് നല്ല ഭംഗി തന്നെയായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ഒരു പാറ്റേണിൽ തന്നെ കുറച്ച് ലോങ്ങർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. എനിക്കിത് ഓൾമോസ്റ്റ് ഒരു ആങ്കിൾ ലെങ്ത് വരെ വരുന്നുണ്ട്. ഒരു 47 അറൗണ്ട് റേഞ്ച് ഇതിൽ വരുന്ന ലെങ്കിലാണ് വന്നേക്കുന്നത്. റൗണ്ട് നെക്ക് പാറ്റേൺ ആണ്. ആൻഡ് ഇത് നമ്മൾ അജ്രക്കിലൊക്കെ കാണുന്ന ഒരു സ്റ്റാമ്പ് ഡിസൈനിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് സ്ക്രീൻ പ്രിൻ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ബാക്കും ഇങ്ങനെ തന്നെയാണ് വരിക. ബാക്കിൽ നമുക്ക് ഈ ഫുൾ ഫാബ്രിക് ഇത് തന്നെയാണ്, സ്ലീവ്സും ഒക്കെ ഇത് തന്നെയാണ്. ബാക്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് വരുന്നത്. ബാക്ക് പാനലിൽ നമുക്ക് ലൈനിങ് വിത്ത് ലൈനിങ്ങാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല, ബിക്കോസ് 2 പാനലായിട്ടാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് സ്ലിറ്റ് ഫ്ലെയർഡ് ആയിട്ടുള്ള പാറ്റേണിൽ വന്നിട്ട് നല്ല ഫ്ലെയറും ഉണ്ട് കേട്ടോ. നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാനാണെങ്കിലും നമുക്കൊരു കോളേജ് കൈൻഡ് ഓഫ് ഇതിനാണെങ്കിലും ഒക്കെ ആക്ച്വലി നല്ലതാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉള്ളവർക്ക് നമുക്ക് വെയർ ചെയ്യാനും പറ്റും. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് FV252 എന്ന കോഡിലാണ്. 1299 റേഞ്ചിൽ റെഡി ടു ഡിസ്പാച്ച് ആയിട്ടും നമ്മളുടെ ഇൻസ്റ്റോഴ്സിലും ഓൾറെഡി നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. 3/4 പാറ്റേണിലാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ലുക്ക് ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. 2 പ്രിന്റ്സിൻ്റെ കോമ്പിനേഷൻ, ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ആൻഡ് ദെൻ വി ഹാവ് ഒരു യെല്ലോവും ബ്രിക്ക് മറൂണും ഓഫ് വൈറ്റിൻ്റെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. വെരി കംഫർട്ടബിൾ റയോൺ കുർത്ത. ആൻഡ് ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ ഇതിനകത്ത് വി ഹാവ് എ സീക്രറ്റ്. ഇറ്റ്സ് എ മെറ്റേണിറ്റി വെയർ. നമുക്ക് ഫീഡിങ് കുർത്തയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലാണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദി ഗ്യാതേർഡ് വേസ്റ്റ് ബാൻഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ബമ്പ് എന്തായാലും നമുക്ക് ഇവിടെ ചെറുതലത്തേനും വലുതായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പിന്നെ ലേറ്റർ ഓൺ സ്റ്റേജസിലാണ് പിന്നെ നമുക്ക് വിൽ ലൂസ് ദാറ്റ് ബെല്ലി. സോ അപ്പോഴത്തേക്ക് നമുക്ക് അതൊരു ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട്, ഹൈഡിനെക്കാട്ടിലും നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്ക് അത് ഫ്രീ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അവിടെ ജസ്റ്റ് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ലാണ്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീഡിങ് കുർത്തയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇൻ 2 dark shades. അപ്പോൾ ഗ്രേ ആൻഡ് ദെൻ വി ഹാവ് എ നേവി ബ്ലൂ ടോൺ. അതിൻ്റെ ആ ഒരു സിലൂട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 3/4 സ്ലീവിലാണ് വന്നിരിക്കുന്നത്. റയോൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല. ആൻഡ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഒരു നൈഫ് പ്ലീറ്റ്സ് വെച്ചിട്ടാണ്, ചെറിയ നൈഫ് പ്ലീറ്റ്സ് വെച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ, ഇതിൻ്റെ ഇൻ ബിറ്റ്വീനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആ ഒരു സിബ്ബർ ഹൈഡ് ചെയ്തേക്കുന്നത്. കൺസീൽ സിബ്ബറാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന സിപ്പേഴ്സുമാണ് കേട്ടോ. 2 സൈഡിലും ആ ഒരു സിപ്പേഴ്സ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. 1049 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. കംഫർട്ടബിൾ ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ ഡ്രസ് പാറ്റേൺ. സോ യു ഹാവ് ഗ്യാദേഴ്സ് അറ്റ് ദ വേസ്റ്റ് ബാൻഡ് ആൻഡ് ദെൻ വി ഹാവ് എ ലാർജ് പാനൽ. ഏകദേശം ഒരു 10 ഇഞ്ചോളം വരുന്ന പാനലിലാണ് നമുക്ക് ലോവർ പോർഷനിൽ ആ ഒരു ഗ്യാതേർഡ് ആയിട്ട് ടയേർഡായിട്ട് വന്നിരിക്കുന്ന ലുക്കാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഗ്രേ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷനകത്ത് ഇത് റെഡി ടു ഡിസ്പാച്ച് ആണ്. നമുക്ക് സൈസസ് അവൈലബിലിറ്റി എല്ലാം നമുക്ക് സ്റ്റോറിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ നമുക്ക് വന്നിട്ട് വെയർ ചെയ്ത് നോക്കാനും ഒക്കെ കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫീഡിങ് കുർത്താസ് ഇസ് എ മസ്റ്റ് ഹാവ് ഫോർ ഓൾ ന്യൂ മദേഴ്സ്, ബിക്കോസ് നമുക്കറിയാം ഓൾറെഡി വി ആർ ട്രൈങ് ടു ഫിഗർ ഔട്ട് എവറിത്തിങ്. അപ്പോൾ അതിൻ്റെ കൂടെ വി നീഡ് ടു ബി കംഫർട്ടബിൾ, വി നീഡ് ടു ഹാവ് ഓൾ ദി അസിസ്റ്റൻസ് വി ക്യാൻ ഗെറ്റ്. അപ്പോൾ ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് അസ്. നമുക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കുമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഫീഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു
ലുക്കുമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ഡോണ്ട് ഹാവ് ടു കോംപ്രമൈസ് ഓൺ ദി ലുക്സ് ആസ് വെൽ. അപ്പോൾ വളരെ കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ കളക്ഷൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു ഫീഡിംഗ് കുർത്തയാണ്. ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഈവൻ ലുക്ക് ലൈക്ക് എ ഫീഡിംഗ് കുർത്ത. ദാറ്റ്സ് ദി ബെസ്റ്റ് പാർട്ട്. സോ SV253 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് റേയോൺ ഫീഡിംഗ് കുർത്ത.